നമസ്കാരം. ഞാനിവിടെ വരാനുള്ള ഒരു സാഹചര്യം, കുറച്ച് നാളുകളായി എൻ്റെ ഗ്രൂപ്പിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലായിട്ട് ഓരോ പാർട്ടിക്കാരെ ന്യായീകരിക്കുന്ന സംഭവങ്ങൾ എനിക്ക് അയക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ വിമർശിച്ച കാര്യങ്ങൾ അതിന് ബദലായിട്ട് അതിനുള്ള ഒരു ആൻസർ കിട്ടാത്തതുകൊണ്ടാണ് വിമർശനം തുടരുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാണ്. ചില നല്ല കാര്യങ്ങൾ ഓരോ പാർട്ടിക്കാരും ചെയ്യേണ്ടത്, അതിൻ്റെ ഓരോരോ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് എനിക്ക് അയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ആ കാര്യങ്ങളൊന്നും ഉന്നയിച്ച് പറയാത്തത് എന്നൊക്കെ കാര്യം. അതിന് ഒരു മറുപടിയുള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട്. കാരണം വിമർശനം വരുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിമർശിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ, അത് ഏത് പാർട്ടിയായപ്പോലും. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ യുവജന സഖ്യങ്ങളും, അതുപോലെ DYFI, യൂത്ത് കോൺഗ്രസ്, ലീഗിൻ്റെ യുവജന സംഘടന, BJPയുടെ യുവജന സംഘടന, അതുപോലെ തന്നെ SDPI, അങ്ങനെയുള്ള സംഘടനകളുടെയൊക്കെ യുവജന സംഘടനകൾ ഈ വയനാടിൻ്റെ കൈത്താങ്ങായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അത് വളരെയേറെ പ്രശംസിക്കേണ്ട കാര്യമാണ്. അതിന് ഒരു പാർട്ടിയുടെ യുവജന സംഘടന എന്ന് പ്രശംസിക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാ യുവജന സംഘടനകളും അതിൽ ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. ഞാനിവിടെ അതല്ല പറയാൻ വന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പല സംഘടനകളും ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇവർ ന്യായീകരിക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഞാനടക്കം കുറേ പേര് അതിന് പല രീതിയിലുള്ള പേരുകൾ ചാർത്തിപ്പെടും. ഇത് ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ BJPയെ വിമർശിക്കുകയാണെങ്കിൽ എന്നെ കമ്മി ആയിട്ട് പേര് ചാർത്തവിടും. കോൺഗ്രസിനോടുള്ള വിമർശനം കുറച്ച് മിതമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടിടത്തും അധികാരത്തിലില്ല. അതിൻ്റെ ഒരു കാരണം എന്നെപ്പോലെ വിമർശനം ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവർക്കുള്ള ഒരു സാഹചര്യം അതാണ്. കോൺഗ്രസിനോടുള്ള എൻ്റെ പ്രത്യേക വിമർശനം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രതിപക്ഷത്തിൻ്റെ റോള് ഇവർ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. അത് നമുക്ക് ഈ തുടർച്ചയായ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ആരോപണങ്ങൾക്ക് ഉന്നയിക്കേണ്ട ഒരു കാര്യങ്ങൾ, ചില സംഭവങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഇവർ പലപ്പോഴും സൈലൻ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെ കൊള്ളരാജ്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ഭാരതീയ പൗരന് അവകാശമുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിൽ ഇത് പാർട്ടി നല്ലതാണ്, ഈ പാർട്ടി നല്ലതാണ് ഒരു അഭിപ്രായം എനിക്കില്ല. എല്ലാ പാർട്ടികളും തുല്യം തന്നെയാണ്. ആരും ഒന്നിൽ മെച്ചെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ഓരോ സംഭവ വികാസങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നതെന്ന് മാത്രം, നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ. പിന്നെ എനിക്ക് ഈ ന്യായീകരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ അഴിമതി ഇല്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ ഇവിടെ അഴിമതിയുണ്ട്. നമ്മുടെ കണ്ണിലൊക്കെ അഴിമതി നടക്കുന്നുണ്ട്, കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോഴേക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയുടെ പേരിൽ അധികം ആൾക്കാർ ശിക്ഷിക്കപ്പെടാത്തത്? അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് വേറൊരു ജോലിയോ വേറെ ഒന്നുമില്ല, ഈ രാഷ്ട്രീയ സേവനം മാത്രമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ സേവനം കൊണ്ട് ഇവർ പണക്കാരാവുന്നുണ്ട്. അതെങ്ങനെ? ഒന്നുകൊണ്ട് നമുക്ക് ഇവരെല്ലാം ആ കാശ് ഉണ്ടാക്കിയത് അഴിമതിയിലൂടെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവരെ വിമർശിക്കേണ്ട ആളുകൾ അവരെ ന്യായീകരിക്കുന്നതിന് എന്ത് ഔചിത്യമാണുള്ളത്? അതുപോലെ തന്നെ സ്ത്രീപീഡന കേസുകൾ, ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായുള്ള സ്ത്രീപീഡന കേസ് വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വന്നത് കുറേ ആളുകൾ BJPയുടെ നിന്നാണ്. ആ വിക്ടിമിനെ
പലപ്പോഴും കള്ളിയാക്കുന്ന രീതിയിൽ പോലും ന്യായീകരണം തുടങ്ങിയിട്ടുണ്ട്. BJP മാത്രമല്ല, കോൺഗ്രസും CPM അതിലെ അതുപോലെ തന്നെയാണ്. ഇതേ വാദികൾ തന്നെയാണ് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ എതിരായി നിന്ന് സ്ത്രീകളെ പറ്റി വാദിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ അവരുടെ പാർട്ടിയിൽ വരുമ്പോൾ അത് നേരെ തിരിയും. ആ രാഷ്ട്രീയ നേതാവിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. തീവ്രത കുറഞ്ഞ പീഡനം എന്ന രീതിയിലൊക്കെ മാറ്റുകയും ചെയ്യും. ഇതാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് എന്ത് വിശ്വാസമുള്ളത്? രാഷ്ട്രീയത്തിലെ അണികളും നേതാക്കളും മാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള എത്തിക്കഴിഞ്ഞാൽ അത് പുറത്തെടുത്ത് കളയണം. അതുപോലെ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് കേസ്. അതിപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു? അതിപ്പോൾ ഒരു വിവരമില്ല അതിനെപ്പറ്റി. അതിന് ആ സമയത്ത് ഉള്ള ഒരു കോലാഹലം മാത്രം. ഇപ്പോൾ ആ ഒരു കേസിനെ പറ്റി ഒരാൾ പോലും ഒരു മിണ്ടാട്ടമില്ല. ഇവിടെ പ്രതിപക്ഷമില്ല, ഇത് ഉന്നയിക്കേണ്ട മാധ്യമങ്ങളില്ല, ഒന്നുമില്ല. അതുപോലെ പല പല കേസുകളും ഇതുപോലെ വന്ന് അതങ്ങനെ കടന്നു പോയിക്കോളും. പതുക്കെ ജനങ്ങൾ അതെല്ലാം മറന്നുപോകും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ ചർച്ച ചെയ്ത ഒരു കേസാണ് പാലാരിവട്ടം പാലം കേസ്. സകല അഴിമതിയാണ്. ആ കേസിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ എന്താണ്? അതും ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ കുറേ ആഘോഷിക്കപ്പെടും. അത് പിന്നെ പതുക്കെ അതിൻ്റെ പാട്ടിന് പോകും. ഇതുപോലെ പല കേസുകളും ഇത് തന്നെയാണ് സ്ഥിതി നടക്കുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ ന്യായീകരിക്കണം. ആ കേസിന് തെറ്റ് പിന്നെ വേറൊന്നും വന്നില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം ആ രാഷ്ട്രീയ നേതാക്കൾ കൈ ശുദ്ധമാണെന്നുള്ള രീതിയിലല്ല ആ കേസിൻ്റെ ബദൽ കാര്യങ്ങൾ പറയുന്നത്. പല കേസുകൾ ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അറസ്റ്റ് കിടക്കും, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെല്ലാം ജയിലിലാവും. പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. അതങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് മറഞ്ഞു പോകും. ചാനലുകളിൽ ആ സമയത്തുണ്ടാകുന്ന റേറ്റിങ്ങിന് ഉണ്ടാക്കാനായിട്ട് മാത്രം അവർ ചെയ്യും. ഇതുപോലെയാണ് അന്ന് തൊട്ട് സോളാർ കേസും അത് പല കേസുകളടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റ കേസുകൾ പോലും ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരികയാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ. ഇവിടെ ആരാണ് മണ്ടന്മാർ? നമ്മൾ ജനങ്ങൾ. അപ്പോൾ ഞാൻ ഈ പാർട്ടികളെയൊക്കെ ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ട്? ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ട്? എനിക്ക് ആവശ്യമില്ല. ഞാനിങ്ങനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അഴിമതി നിർത്താനായിട്ട് നമ്മുടെ രാജ്യത്ത് സാധിക്കുന്ന കാര്യമല്ല. കാരണം അഴിമതി എന്ന് പറയണത് തന്നെ അവരുടെ ഒരു വരുമാന മാർഗമാണ്. അതൊരു തൊഴിലായി മാറിയിരിക്കുകയാണ്. ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ, ഒരു MLA ആയിക്കഴിഞ്ഞാൽ, ഒരു MP ആയിക്കഴിഞ്ഞാൽ, ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം സ്വന്തം കീശ വീർപ്പിക്കുക എന്നുള്ളൊരിതാണ്. ജനങ്ങളുടെ സേവനമല്ല. അതിപ്പം മറന്നു. പിന്നെ ഭരണാധികാരികൾ കാണേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഭരണാധികാരിയുടെ കാട്ടിക്കൂട്ടുകൾ ജനങ്ങൾക്ക് സഹിക്കേണ്ടതായി വരുന്നു. ജനത്തിൻ്റെ ശാന്തിക്കായി തപസ്സിരിക്കുന്ന ഒരു ഭരണാധികാരി, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി അമ്പലങ്ങൾ പണിതുകൂട്ടുന്ന ഭരണാധികാരി, അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന ഒരു ഭരണാധികാരി, ഇരുമ്പ് വടി കൊണ്ട് തലക്കടിക്കുന്നതും അതുപോലെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുന്നതും കാണാത്ത ഭരണാധികാരി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുകയും അത് ആവർത്തിക്കപ്പെടുകയും എന്ന് ചെയ്യുന്ന ഭരണാധികാരിയെ ന്യായീകരിക്കുന്ന അണികൾ ഇവിടെയുണ്ട്. ഇവരെയൊക്കെ എനിക്ക് ന്യായീകരിക്കാൻ സാധിക്കുകയില്ല.
ഭരണാധികാരി പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ആർജവം ചൂണ്ടിക്കാട്ടുന്ന അണികളാണ് ഇവിടെ വേണ്ടത്. അല്ലാത്തവർ വെറും അടിമകൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ വാദം. നിങ്ങൾ എത്രയൊക്കെ ന്യായീകരണങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിന് ഇതൊന്നും മാറില്ല. ഒരു പാർട്ടിയിലും ഞാൻ ന്യായീകരിച്ച് പറയുകയില്ല. എനിക്കറിയാം ഇതൊക്കെയാണ് രാഷ്ട്രീയം. ഇതുപോലെയുള്ള നേതാക്കളെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്കായേക്കും, പക്ഷെ എന്നെപ്പോലെ ഒരാൾക്ക് അത് ഒട്ടും സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. ഇനിയൊന്നും എനിക്ക് പറയാനില്ല, അതുകൊണ്ട് കൂടിയാണ്. കാരണം ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. നമസ്കാരം.